പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ജയിക്കുമോ? ജയിക്കും. കുഞ്ഞു, നീ നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എഴുതിയോ? നിർത്ത്. ഇപ്പോഴെന്റെ മനസ്സിൽ അതൊന്നുമില്ല. ഈ അവധിക്കാലം എങ്ങനെ അടിച്ചു പൊളിക്കാമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് ബസ്സിൽ കയറിയിരിക്കാം. ഈ അവധിക്കാലത്ത് ഞാൻ അമ്മയുടെ കൂടെ തയ്യക്കടയിൽ പോയി സഹായിക്കും. എങ്ങനെ സഹായിക്കും? മറ്റുള്ളവർ കൊണ്ടുവരുന്ന തുണികൾ വെട്ടിമുറിച്ചാണോ? അങ്ങനെയൊന്നുമല്ല. സൂചിയിൽ നൂൽ കോർത്തു കൊടുക്കും, തുണികൾ അടുക്കി വെച്ചു കൊടുക്കും. പിന്നെ വെട്ടുകഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഞാൻ നല്ലൊരു തലവണ ഉണ്ടാക്കും. അത് കൊള്ളാം. ഒന്ന് നിർത്തുന്നുണ്ടോ? പരീക്ഷ കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ഈ സംസാരം. അധിക സംസാരം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് അറിയില്ലേ? അയ്യോ! ബസ്സിൽ കൈവിട്ടു നിന്ന് സംസാരിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ്. പൊന്നു, മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് നിന്നോളണം കേട്ടോ. മനസ്സിലായേ. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞതല്ലേ. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം 4 മണിയായല്ലോ. മുത്തശ്ശി, ഇപ്പോ സമയം 4 മണിയായെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ആ 4 മണിപ്പൂക്കള് വിരിഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞതാ. 4 മണിപ്പൂക്കളോ? അതെന്ത് പൂക്കളാ? എന്നും വൈകുന്നേരം 4 മണിക്ക് വിരിയുന്ന പൂക്കൾ. അന്തിമലരി എന്നും ഇതിന് പേരുണ്ട്. മണിപ്പൂവ്, ഞാനൊരു 4 മണിപ്പൂവ്. 4 മണിക്കു തൊടിയിൽ വിരിയണ 4 മണിപ്പൂവ്. ഞാനൊരു 4 മണിപ്പൂവ്. 4 മണിപ്പൂവ്, ഞാനൊരു 4 മണിപ്പൂവ്. 4 മണിക്കു തൊടിയിൽ വിരിയണ 4 മണിപ്പൂവ്. ഞാനൊരു 4 മണിപ്പൂവ്. എല്ലാ പൂക്കളും മണ്ണിൽ വിരിയുമ്പോൾ ഞാൻ വിരിയുന്നതു എന്നും വൈകുന്നേരം 4 മണിക്കാണ്. എന്നും പ്രഭാതത്തിൽ എല്ലാ പൂക്കളും മണ്ണിൽ വിരിയുമ്പോൾ ഞാൻ വിരിയുന്നതു എന്നും വൈകുന്നേരം 4 മണിക്കാണ്. ഇത്തിരി നേരം ജീവിച്ചെന്നാലും ഒത്തിരി ഭംഗിയോടെ ഞാൻ വിരിയുന്നു. ഉണ്ണികൾക്കെല്ലാം സന്തോഷമേകിടാനാ 4 മണിപ്പൂവ്, ഞാനൊരു 4 മണിപ്പൂവ്. 4 മണിക്കു തൊടിയിൽ വിരിയണ 4 മണിപ്പൂവ്. ഞാനൊരു 4 മണിപ്പൂവ്. 4 മണിപ്പൂവ്, ഞാനൊരു 4 മണിപ്പൂവ്. മോളെ, ഇത് കണ്ടോ? ഇതാണ് നാഴി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അരി അളന്നെടുത്തുകൊണ്ടിരുന്നത് ഈ നാഴി കൊണ്ടാ. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അരി അളക്കാൻ നാഴി ഉപയോഗിക്കുന്നുള്ളൂ. മുത്തശ്ശി, ഈ നാഴിക്കാണോ
പറ എന്ന് പറയുന്നത്? അല്ല മോളെ, പറ എന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നതാ. ദാ അത് കണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അളവറിയാൻ മാത്രമല്ല, തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. വാ മോളെ. പശുവിനെ കറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളൊക്കെ ദിവസവും പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. ഇത് അതുപോലൊന്നും അല്ല, ഒരു മായവും ചേരാത്ത ശുദ്ധമായ പാലാ. ശരിയാ, ഇങ്ങനെയുള്ള പാലാണ് കുടിക്കേണ്ടത്. എന്നാലേ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടൂ, അല്ലേ മുത്തശ്ശി? കുട്ടികള് ദിവസം ഓരോ ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. ഹായ്, ഒരു പൂച്ച. ഇതാണ് കുറിഞ്ഞിപ്പൂച്ച. ഇവള് വന്നത് പാല് കുടിക്കാനാ. കണ്ടില്ലേ പാത്രം കടിച്ചു പിടിച്ചിരിക്കുന്നത്? ഈ പാത്രത്തിലാ ഇവൾക്കെന്നും പാല് കൊടുക്കുന്നേ. ആരാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? കൊള്ളാലോ, ഈ തത്തമ്മയാണോ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മേ, നീ എന്തിനാ കുറിഞ്ഞിപ്പൂച്ചയെ വിളിച്ചത്? തത്തമ്മയെ അവൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. എന്താ? ആ തത്തമ്മ ഞങ്ങളുടെ പൂച്ചയെ വിളിച്ചു. ഓ, അതാണോ കാര്യം?
കാര്യം. അത് നിങ്ങളെ കുറിഞ്ഞു പൂച്ച വിളിച്ചതൊന്നും അല്ല. ഇവളെപ്പോഴും തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് ഇവളെ ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്. തത്തമ്മേ പൂച്ച പൂച്ച. ദാ കേട്ടോ വീണ്ടും പറഞ്ഞത്. ദാ കണ്ടോ ഞങ്ങളുടെ കുറിഞ്ഞു പൂച്ചയും വിളി കേട്ടത്. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു പച്ചയുടുപ്പ് തുന്നി എന്നമ്മ, കൊത്തിമുറത്തിൽ കേറി കൊത്തി തത്തമ്മ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. ചിരകൊതുക്കി കൊത്തി തിന്നേ തത്തമ്മ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു പച്ചയുടുപ്പ് തുന്നി എന്നമ്മ, കൊത്തിമുറത്തിൽ കേറി കൊത്തി തത്തമ്മ. വീട്ടിലുണ്ടൊരു തൊട്ടാവാടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. വെള്ളയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം ഞാൻ ഓടിക്കാം. വേണ്ട, ഇത് ഞാൻ തന്നെ ഓടിച്ചോളാം. പൊന്നു, നീ നെല്ലിമരം കണ്ടിട്ടുണ്ടോ? നെല്ലിക്ക കണ്ടിട്ടുണ്ട്, നെല്ലിമരം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതാണ് നെല്ലിമരം. ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്. പട്ടണത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചകളും ഇല്ല. പൊന്നു, കണ്ടില്ലേ നെല്ലിക്ക കാച്ചു കിടക്കുന്നത്? പൊന്നു, നമുക്ക് നെല്ലിക്ക പറിച്ച് തിന്നാം. കഴിക്കാം. പച്ച നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ നെല്ലിക്ക അച്ചാറ് വാങ്ങും, അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇല്ലേ? എന്നാൽ ഇന്ന് പച്ച നെല്ലിക്ക കഴിക്കാം. ഓ, കേറാൻ പറ്റുന്നില്ലല്ലോ. മരത്തിന് നനവുള്ളത് കൊണ്ടാണ് ഭയങ്കര തലല്. നീ കിടക്കുന്ന ഉണക്ക മടൽ ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ഇപ്പൊ കൊണ്ടുവരാം. അതിങ്ങിതാ നനവുള്ള മരത്തിൽ കയറാനുള്ള സൂത്രമാണിത്. അപ്പു, വീഴാതെ സൂക്ഷിക്കണേ. ഹായ്, നെല്ലിക്ക മഴ പെയ്യുന്നേ. പൊന്നു, ആ നെല്ലിക്ക എല്ലാം പെറുക്കി എടുത്തോ? മതിയപ്പൂ, ഇനി ഇറങ്ങിപ്പോരെ. ഇനി നമുക്ക് നാളെ പറിക്കാം. പൊന്നു, നീ എന്താ നെല്ലിക്ക കഴിക്കാത്ത? കഴിച്ചു നോക്ക്. എന്തൊരു ചവർപ്പ്, ഇതിനൊരു രുചിയുമില്ല. വേറെ ഒരെണ്ണം കഴിച്ചു നോക്കാം. പൊന്നു പച്ച നെല്ലിക്ക ആദ്യമായി കഴിക്കുന്നത് കൊണ്ടാ. ഇതിന് ചവർപ്പ് തന്നെ. നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? പേരൊക്കെ കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കും. കുറച്ച് വാരി എടുത്തോ, മുത്തശ്ശിക്കും കൊടുക്കാം. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. അപ്പോഴാണ് രസം. എന്ത് രസം? വെള്ളം കുടിച്ചു നോക്ക്, അപ്പോഴറിയാം. എന്ത് രസം?
ഓ, തത്തയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് കിണറ്റിന്റെ അരികിലേക്ക് പോകാം. അതെന്താണ് അപ്പു? അതാണ് വൈക്കോൽ പുര. മെതിച്ച് നെല്ലെടുത്ത ശേഷം വൈക്കോൽ അടുക്കി വെച്ചിരിക്കുന്നതാ. മുത്തശ്ശിയുടെ പൂവാലി പശുവിന് ഈ വൈക്കോൽ എന്തിഷ്ടമാണെന്നോ. പുര മേയാനും ഈ വൈക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വൈക്കോൽ പുരയ്ക്ക് അകത്താണോ കോഴിയെ വളർത്തുന്നത്? അത് കോഴിയമ്മ മുട്ടയ്ക്ക് അടയിരിക്കുന്നതല്ലേ. വൈക്കോലിനകത്താകുമ്പോൾ നല്ല പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ മുട്ട എടുക്കുമെന്ന് ഓർത്തായിരിക്കും കോഴിയമ്മ ബഹളം വയ്ക്കുന്നത്. കോഴിയമ്മേ, ഞങ്ങൾ നിന്റെ മുട്ടയൊന്നും എടുക്കില്ല കേട്ടോ. ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്? അതിനൊക്കെ ഒരു സൂത്രമുണ്ട്. തിളപ്പിച്ചാറ്റി വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നാ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ വെള്ളം കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. കുടിക്കല്ലേ? ഹായ്, നല്ല മധുരം. ഇതെന്താണ് ഇങ്ങനെ? ഈ വെള്ളത്തിൽ ആരെങ്കിലും പഞ്ചസാര കലക്കിയോ? പഞ്ചസാരയൊന്നും ആരും കലക്കിയതല്ല. നെല്ലിക്ക തിന്നിട്ടേ വെള്ളം കുടിച്ചാൽ ഇങ്ങനെയാ, മധുരിക്കും. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ. എന്റെ പൊന്നുമോൾക്ക് മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും പറഞ്ഞു തരാലോ. ഒരിടത്ത് ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത്. ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. മുത്തശ്ശിക്ക് സ്വന്തമായി 2 പശുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു. മോനെ കിച്ചു, കറുമ്പി പശുവിന് ആ പുല്ലെടുത്ത് കൊടുക്ക. ശരി മുത്തശ്ശി. മുത്തശ്ശി, നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം. നാളെയോ? ഇന്നലെയല്ലേ നമ്മൾ പോയത്? അത് സാരമില്ല മുത്തശ്ശി, നാളെയും പോകാം. ശരി ശരി. ഈ കുട്ടിയുടെ ഒരു കാര്യം, നിനക്ക് വെള്ളത്തിൽ കളിക്കാനല്ലേ? പോ മുത്തശ്ശി, ഞാൻ വെള്ളത്തിനൊന്നും കളിക്കില്ല. എടാ കൊച്ചു കള്ള, ഇങ്ങനെ മുത്തശ്ശിയോട് നുണ പറയാമോ? ആ സമയം ഗ്രാമപാതയിലൂടെ ഒരു ഭിക്ഷക്കാരൻ വിശന്നു നടന്നു വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു. അയ്യോ അയ്യോ, നടന്ന് ഒരുപാട് തളർന്നേ, വിശന്നിട്ട് വയ്യായേ. ഞാനൊരു ഭിക്ഷക്കാരനാണേ, എന്തെങ്കിലും തരണേ, വിശന്നിട്ട് വയ്യായേ. ശരി ശരി, നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ ഇരുന്നോളൂ, ഞാൻ ഭക്ഷണം തരാം. ഓ, ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശി. അതൊന്നും സാരമില്ല. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം. അതെയോ? എങ്കിൽ നിങ്ങളുടെ മാലയിങ്ങെടുക്ക് വൃദ്ധസ്ത്രീ, ഇല്ലെങ്കിൽ. ആഹാരം കഴിച്ചു തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി. അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു. കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി. അത് കണ്ട് പാവം മുത്തശ്ശിയും കിച്ചുവും ഭയന്നുപോയി. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളെ പാവങ്ങളാണേ. എങ്കിൽ ഇങ്ങെടുക്ക് വൃദ്ധസ്ത്രീ നിങ്ങളുടെ മാലയും വളയും. മുത്തശ്ശി, ഇതൊക്കെ അതിന് സ്വർണമാണോ? മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണമെല്ലാം മുറിയിൽ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്ന്. എന്ത്? സ്വർണമല്ലാത്ത മാല ഊരിത്തന്നു പറ്റിക്കാൻ നോക്കുന്നു? ഞാൻ വിഡ്ഢിയാണെന്ന് കരുതിയോ? എവിടെയാ മുറി? മാറി നിൽക്കും.
മുത്തശ്ശിയുടെ കൊച്ചുമിടുക്ക. നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം. നിക്ക് മുത്തശ്ശി, 2 ദിവസം കള്ളം മുറിയിൽ പട്ടിണി കിടക്കട്ടെ, എന്നിട്ട് ആളുകളെ വിളിച്ചു കൂട്ടാം. അത് ശരിയാ. നമ്മൾ അവന് വിശപ്പിന് ആഹാരം കൊടുത്തപ്പോ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു. അതെ മുത്തശ്ശി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി. 2 ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു. കള്ളൻ ആകെ തളർന്നിരുന്നു. അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാടുകടത്തുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല. പൊന്നു, പൊന്നു, ഏയ് പൊന്നു. എന്താ അപ്പു? നീ വന്നേ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എങ്ങോട്ടാ അപ്പു? എന്റെ കൂടെ വാ. പൊന്നു, കോഴിമുട്ടകൾ വിരിഞ്ഞു. അത് കണ്ടോ? കോഴിയമ്മയുടെ ചിറകിനടിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ഹായ് കോഴിക്കുഞ്ഞ്. കോഴി നമ്മുടെ കുത്തിമണിക്കോഴി, പൂവങ്കോഴി നല്ല കൊക്കര കോഴി, നേരം വെളുത്തെന്ന് കൂകി പറയണ കുഞ്ഞുമണിക്കോഴി നമ്മുടെ കുത്തുമണിക്കോഴി. തിണ്ടിന 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 ആഹ തിണ്ടിന 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 ആഹ തിണ്ടിന തിണ്ടിന തിണ്ടിന. കുറുകി എത്തണ നേരത്ത് എന്തൊരു ചേലാണ്, ആഹാ എന്തൊരു ചേലാണ്. കൊക്കിക്കുറുകി എത്തണ നേരത്ത് എന്തൊരു ചേലാണ്, ആഹാ എന്തൊരു ചേലാണ്. നിന്നെ തിരക്കി നടക്കണ് അങ്ങേതിൽ ചക്കിപ്പിടക്കോഴി, ആഹാ കൊച്ചു കളിത്തോഴി. നിന്നെ തിരക്കി നടക്കണ് അങ്ങേതിൽ ചക്കിപ്പിടക്കോഴി, ആഹാ കൊച്ചു കളിത്തോഴി. പൂവങ്കോഴി നല്ല കൊക്കര കോഴി, നേരം വെളുത്തെന്ന് കൂകി പറയണ കുഞ്ഞിമണിക്കോഴി നമ്മുടെ കുത്തിമണിക്കോഴി. പൂവങ്കോഴി നല്ല കൊക്കര കോഴി, നേരം വെളുത്തെന്ന് കൂകി പറയണ കുഞ്ഞിമണിക്കോഴി നമ്മുടെ കുത്തുമണിക്കോഴി. തിണ്ടിന 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 ആഹ തിണ്ടിന 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 ആഹ തിണ്ടിന തിണ്ടിന തിണ്ടിന. ഞാൻ ആദ്യമായിട്ടാ വയലിലൂടെ നടക്കുന്നത്. പൊന്നു, സൂക്ഷിച്ചു നടക്കണേ. ഇതെന്താണ്? ഇതാണ് ഞണ്ട്. അതിന്റെ കാല് കണ്ടോ? അത് ഇറുക്കും. ഇതെന്താണ് നേരെ നടക്കാതെ ഒരു വശത്തേക്ക് നടക്കുന്നത്? എല്ലാ ഞണ്ടുകളും ഇങ്ങനെ ഒരു വശത്തോട്ടേ നടക്കൂ. വാ അപ്പു, നമുക്ക് പോകാം. എന്താ അപ്പു? അത് കണ്ടോ? ഹായ് അപ്പു, അണ്ണാരക്കണ്ണൻ അത് തിന്നുവാണോ? അല്ലല്ല, അണ്ണാരക്കണ്ണൻ തേൻ കുടിക്കുന്നതാ. വാഴക്കൂമ്പിലെ പൂക്കളിൽ നല്ല തേനുണ്ട്. കണ്ടോ വാഴക്കൂമ്പിന് ചുറ്റും തേനീച്ചകൾ പറക്കുന്നത്? ഹായ്, അണ്ണാരക്കണ്ണൻ തേൻ കുടിക്കുന്നത് കാണാൻ എന്തു രസമാ. അപ്പു, നമുക്കും തേൻ കുടിക്കാം.
തുടങ്ങിയല്ലോ. പൊന്നു, നമുക്ക് ഓടാം. ഓടാനോ? എനിക്ക് വയ്യ. മഴ പെയ്യട്ടെ, നമുക്ക് ഈ വാഴച്ചുവട്ടിൽ നിൽക്കാം. മോളെ, പൊന്നു, വന്നീ പാല് കുടിക്ക്. ഇന്ന് വീട്ടിൽ പോവാനുള്ളതല്ലേ. അച്ഛനും അമ്മയും ഇപ്പോഴും എത്തും. മോളെ പൊന്നു, എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലേ? ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ, അത് മതി. മുത്തശ്ശി, ഞാൻ പോയെന്ന് അപ്പു വരുമ്പോൾ പറഞ്ഞേക്കണേ. തീർച്ചയായും. മോള് പോകുന്ന കാര്യം അറിയുമ്പോ അവന് വലിയ വിഷമാവും. ആരാണ് അപ്പു? ഇവിടെ അടുത്ത വീട്ടിലെ കുട്ടിയാ, മിടുക്കനാ. ഇത്രയും ദിവസം ഇവരായിരുന്നു കൂട്ട്. ആ മോളെ, കാറിലേക്ക് കയറിക്കോ. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ. അപ്പു, ഞാൻ പോവാ. അവളുടെ അച്ഛനും അമ്മയാ മോനെ കാറില്. അവള് തിരിച്ചു പോവാ. പൊന്നു, നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. എവിടെ? കാറിന്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് എടുക്കണേ. എന്നാൽ ശരി, ടാറ്റാ.